എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ സെക്ഷനിൽ നമ്മൾ ടൈപ്സ് ഓഫ് സെൻറ്റൻസുകളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കിയിരുന്നു. അതെല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. പുതിയ ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങളൊന്ന് പറയട്ടെ. LD ടൈപ്പിസ്റ്റിൻ്റെ പരീക്ഷയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം വന്നു കഴിഞ്ഞു. ഇനിയും സമയമുണ്ടല്ലോ എന്ന് കരുതി മടി പിടിച്ചിരിക്കാതെ എത്രയും പെട്ടെന്ന് പഠിക്കുക. ഈ പഠിപ്പിക്കുന്ന ടോപ്പിക്കുകളെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ കഴിയുക. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ LD ടൈപ്പിസ്റ്റിന് വേണ്ടി പുതിയൊരു ബാച്ച് ഓപ്പൺ ആയിരിക്കുന്നു. ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അഡ്മിഷന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ കോൺകോഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കോൺകോഡ് എന്താണ്? കോൺകോഡ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്ന് പറയും. കോൺകോഡിനെ മറ്റൊരു രീതിയിൽ പറയാം, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. എന്താണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്? ഒരു സെൻറ്റൻസിനകത്ത് അറിയാമല്ലോ, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഓർഡറിലാണ് സെൻറ്റൻസ് പോകുന്നത്. അതിലെ സബ്ജക്റ്റിനും വെർബിനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അതാണ് ഈ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കോൺകോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് കോൺകോഡ് എന്നുള്ളത്? ദ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് വെർബ് ഈസ് കോൾഡ് കോൺകോഡ്. ഒരു വാക്യത്തിലെ കർത്താവും ക്രിയയും തമ്മിലുള്ള ബന്ധത്തിനെയാണ് നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. എന്താണ് ഒരു സെൻറ്റൻസിനകത്തുള്ള സബ്ജക്റ്റും വെർബും തമ്മിലുള്ള ബന്ധം? എന്ത് ബന്ധം? ഒന്ന് നോക്കിക്കോണേ. വളരെ ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഉപയോഗിക്കുന്ന വെർബ് സിംഗുലർ ആയിരിക്കണം. സെൻറ്റൻസിലെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കണം. ഇതാണ് കോൺകോഡിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ സിംഗുലർ പ്ലൂറൽ? ഏകവചനം ബഹുവചനം. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഏകവചനം, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ബഹുവചനം. വളരെ ചുരുങ്ങിയ വാക്കുകളെന്ന് പറയാം. ജസ്റ്റ് ഒന്ന് നോക്കിക്കോണേ. ഇവിടെ രണ്ട് എക്സാമ്പിൾ പറയാൻ പോവാം. അപ്പോൾ ഹീ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്, ഒരു പ്രോനൗൺ അല്ലെങ്കിൽ നൗൺ ഞാൻ ഉപയോഗിക്കുകയാണ്. ഹീയുടെ കൂടെ നമുക്ക് ഈസേ പറയാൻ പറ്റും, ആറ് പറയാൻ പറ്റില്ല. കാരണം ഹീ എന്ന് പറയുന്ന ആൾ സിംഗുലർ ആയതുകൊണ്ട് അയാൾക്കൊപ്പം നമ്മൾ എന്തുപയോഗിച്ചു? ഈസ് ഉപയോഗിച്ചു. അതേസമയം ദേ എന്ന് പറയുന്ന ആളിൻ്റെ കൂടെ, പ്രോനൗണിൻ്റെ കൂടെ എനിക്ക് ഈസ് ഉപയോഗിക്കാൻ കഴിയില്ല, പകരം ആറാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അത് നമ്മൾ ഈ വാക്കുകൾ പറയുമ്പം ദേയുടെ കൂടെ ഈസ് അല്ല, ആറ് പറയാൻ സുഖമുണ്ടല്ലോ, അതുകൊണ്ട് ആറ് ഉപയോഗിക്കാമല്ലോ എന്നൊരിക്കലും കരുതരുത്. ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ടാണ് ആറെന്ന് പറയുന്ന പ്ലൂറൽ വെർബ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ. ഈ ബോയ് എന്ന് പറയുന്ന ഒരു നൗൺ ഉണ്ട്. ബോയ് എന്ന് പറയുന്ന നൗൺ സിംഗുലർ ആണ്. ഇതിൻ്റെ കൂടെ എസ് ചേരുമ്പോഴേക്കും അത് ബോയ്സായി മാറുന്നു, അത് പ്ലൂറലായി മാറുന്നു. നൗണിൻ്റെ കൂടെ എസ് ചേർന്ന് കഴിഞ്ഞാൽ, അത് പ്ലൂറലായി മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഞാൻ ഈറ്റ് എന്ന് പറയുന്ന ഒരു വെർബ് എടുക്കുകയാണ്. ഈറ്റ് എന്ന് പറയുന്ന വെർബ് അതിൻ്റെ പ്ലൂറൽ ഫോമിലാണ് കിടക്കുന്നത്. ഇതിനെ സിംഗുലർ ആക്കാനായിട്ട് ഞാൻ എസ് ഉപയോഗിക്കുന്നു. അപ്പോൾ അതാ ഇവിടെ നോക്കിക്കോണേ, ബോയ് ഈറ്റ്സ്. ബോയ് എന്ന് പറയുന്ന ആൾ സിംഗുലർ ആയതുകൊണ്ട് അതിനൊപ്പം എസ് ചേരുന്ന വെർബ് സിംഗുലർ ഫോമിലാണ്. ഇനി നോക്കിക്കോണേ, ബോയ്സ്. ബോയുടെ കൂടെ എസ് ചേരുമ്പോൾ അത് പ്ലൂറലായി പോയില്ലേ? അതുകൊണ്ട് ബോയ്സ് ഈറ്റ് എന്നാണ് പറയുന്നത്. അതായത് നൗണിൻ്റെ കൂടെ എസ് ചേർന്നാൽ അത് പ്ലൂറലും വെർബിൻ്റെ കൂടെ എസ് ചേർന്നാൽ അത് സിംഗുലറുമായിട്ടാണ് മാറുന്നത്. അത് മറന്നു പോരുത്. അല്ലാതെ ഒരിക്കലും സബ്ജക്റ്റിൻ്റെ കൂടെ ഇന്ന ആളിനെ പറയാനൊരു സുഖമുണ്ട് എന്ന് കരുതി അങ്ങനെ ഉപയോഗിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ എന്താണ് കോൺകോഡ്? ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റും വെർബും തമ്മിലുള്ള കണക്ഷനെ വിളിക്കുന്ന പേരാണ്, ബന്ധത്തെ വിളിക്കുന്ന പേരാണ് കോൺകോഡ്. ഇതിൽ എസ് ഓർ ഇ എസ് എന്നിവയിൽ അവസാനിക്കുന്ന ക്രിയ നമ്മൾ പറഞ്ഞ കാര്യമാണ്, സിംഗുലർ വെർബായിട്ട് വരുന്നു. അതുകൊണ്ട് ഈറ്റ്സ്, ഡ്രിങ്ക്സ്, റീഡ്സ്, റൈറ്റ്സ്. അതായത് വെർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർന്ന് കഴിഞ്ഞാൽ അത് വെർബ് സിംഗുലറായി പോകുന്നു. നൗണിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ചേർന്ന് കഴിഞ്ഞാൽ എന്തായി മാറുന്നു? നൗണിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ചേർന്നാൽ അത് പ്ലൂറലായി മാറുന്നു. ആ കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്ത് ഈ ടേബിൾ ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കിയാൽ മതി. ഇതിൽ ഹീ ലൈക്സ് മ്യൂസിക്, ഹീ ലൈക്സ് മ്യൂസിക്, ദേ ലൈക്ക് മ്യൂസിക്. ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ആ സബ്ജക്റ്റിൻ്റെയും വെർബിൻ്റെയും കണക്ഷൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകുകയും ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി കാര്യങ്ങൾ നന്നായിരിക്കും. ഷീ സിങ്സ്, ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട്
സിങ്സ് ഉപയോഗിച്ചു, എസ്, അതായത് സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് വെർബ് സിംഗുലർ വന്നു. ദേ സിങ്, ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് വെർബിൻ്റെ എസ് ഇല്ലാത്ത ഫോമാണ് വന്നിരിക്കുന്നത്. അതുപോലെയാണ് ഇവിടെ മറ്റ് എക്സാമ്പിൾസ് തന്നിരിക്കുന്നത്. എക്സാമ്പിളുകൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂളാണ്. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വെർബ് അതിനനുസരിച്ച് വരുന്നത്, സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ അതിനനുസരിച്ച് വെർബ് വരുന്നതിൽ ഇതിൻ്റെ ഏറ്റവും ബേസിക് റൂളാണ്. ഇനി ഇത് കൂടാതെ കുറച്ച് അധികം റൂളുകൾ പഠിക്കാനുണ്ട്. അത് വീഡിയോ ക്ലാസ് ഫുള്ളായിട്ട് കാണണം, കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഈ സാധനങ്ങൾ മനസ്സിലാക്കുക. അതിലെ ഫസ്റ്റ് റൂളാണ്, പ്രത്യേകം നോട്ട് ചെയ്ത് പഠിച്ചോണം. ഓരോ റൂളുകളും കൃത്യമായി എഴുതി വെച്ച് പഠിക്കുക. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് 2 or more സിംഗുലർ സബ്ജക്ട്സ് കണക്റ്റഡ് ബൈ ആൻഡ്. പ്രത്യേകം നോട്ട് ചെയ്യുക, ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതണ്ടെങ്കിൽ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് മലയാളത്തിൽ എഴുതാം. 2 അതിലധികമോ സിംഗുലർ നൗണുകളെ, 2 അതിലധികമോ സിംഗുലർ നൗണുകളെ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആകുമല്ലോ. സ്വാഭാവികമായും വെർബും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ഇതാണ് ഒരു റൂള്. ഇപ്പോൾ ഗോപാൽ ആൻഡ് ഗണേഷ് ആർ കസിൻസ്. ഗോപാലും ഗണേഷും കസിൻസാണ്. ഗോപാൽ എന്ന് പറയുന്ന ഒരു സിംഗുലർ നൗണ്, ഗണേഷ് എന്ന് പറയുന്ന മറ്റൊരു സിംഗുലർ നൗണ്. 2 സിംഗുലർ നൗണുകളെ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്തപ്പോഴേക്കും അത് എന്ന് പറയുന്ന പ്ലൂറൽ വെർബ് യൂസ് ചെയ്തു. ഹീ ആൻഡ് ഹിസ് ഫ്രണ്ട് ഹാവ് അറൈവ്ഡ്. അവനും അവൻ്റെ സുഹൃത്തും വന്നു. അവനെന്ന് പറയുന്നത് ഒരാൾ, അവൻ്റെ സുഹൃത്ത് എന്ന് പറയുന്നത് വീണ്ടും ഒരാൾ. അങ്ങനെ 2 ഒരാളുകൾ ചേർന്ന് എന്തായിട്ട് മാറി? അത് പ്ലൂറൽ സബ്ജക്റ്റായി ഉപയോഗിച്ച വെർബും പ്ലൂറൽ. അതുപോലെയാണ് ബാലു, സുരേഷ് ആൻഡ് ഡേവിഡ്. ഈ എക്സാമ്പിളുകൾ നോക്കിക്കഴിഞ്ഞാൽ ടൊബാക്കോ ആൻഡ് ആൽക്കഹോൾ. ഇതോട് ബന്ധപ്പെട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. 2 അതിലധികമോ സിംഗുലർ നൗണുകളെ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ സബ്ജക്റ്റ് പ്ലൂറൽ ആവുകയാണ്. അവിടെ ഉപയോഗിക്കുന്ന വെർബും അതിനനുസരിച്ച് പ്ലൂറലായിരിക്കണം. ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് ഈ എക്സാമ്പിളുകൾ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ നന്നായിരിക്കും. അടുത്ത റൂള്, രണ്ടാമത്തെ റൂള്, ഇഫ് 2 സിംഗുലർ നൗൺസ് റെഫേഴ്സ് ടു ദ സെയിം പേഴ്സൺ ഓർ തിങ്. 2 സിംഗുലർ നൗണുകൾ റെഫർ ചെയ്യുന്നത് ഒരാളിനെ തന്നെയാണെങ്കിൽ അവിടെ വെർബിനെ എന്തായിട്ട് കണ്ടാൽ മതി? സിംഗുലറായിട്ട് കണ്ടാൽ മതി. 2 നൗണുകളും സിംഗുലറാണ്, 2ഉം മെൻഷൻ ചെയ്യുന്നത് ഒരാളിനെ ആണെങ്കിൽ എന്തായിട്ട് കണ്ടാൽ മതി? സിംഗുലറായിട്ട് കണ്ടാൽ മതി. എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. മൈ ഫ്രണ്ട് ആൻഡ് ബെനിഫാക്ടർ, മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ. ഇവിടെ ആൻഡിന് മുമ്പ് മൈ ഫ്രണ്ട് ഉണ്ട്, പൊസസീവ് പ്രോനൗൺ ആയിട്ടുള്ള മൈ വന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ പൊസസീവ് പ്രോനൗണൊന്നും ഇല്ല. പൊസസീവ് പ്രോനൗണൊന്നും ഇല്ലാത്തതുകൊണ്ട് മൈ ഫ്രണ്ടും ബെനിഫാക്ടറും ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് അതിനെ സിംഗുലറായിട്ട് കണ്ടാൽ മതി. 2ഉം ഒരാളിൻ്റെ കാര്യം പറയുന്നത് കൊണ്ട് സിംഗുലറായിട്ട് കണ്ടാൽ മതി. ഹാസ് വന്നു. മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ, എൻ്റെ അങ്കിളും ഗാർഡിയനും 2ഉം ഒരാൾ തന്നെയാണ്. അല്ലെങ്കിൽ എന്ത് തന്നെ വല്ല ആർട്ടിക്കിളുകൾ കൊണ്ട് അവിടെ ഡിഫറൻസ് ചെയ്തേനെ. ഒന്നിൽ ഇവിടെ ദാ വന്നേനെ, 2 ഇവിടെ ഒരിടത്തല്ലേ ഉള്ളൂ പൊസസീവ് പ്രോനൗൺ ആയിട്ടുള്ള മൈ. അപ്പോൾ എൻ്റെ അങ്കിളിൻ്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, 2ഉം ഒരാൾ തന്നെ. അപ്പോൾ ഇതും എക്സാമ്പിൾ നോട്ട് ചെയ്തിരിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ആദ്യം പറഞ്ഞ എന്താണ്? 2 സിംഗുലറായിട്ട് 2 അതിലധികമോ സിംഗുലർ നൗണുകളെ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ വെർബ് പ്ലൂറലായിട്ട് പരിഗണിക്കാൻ പറഞ്ഞു. ഇവിടെ 2 നൗണുകളും റെഫർ ചെയ്യുന്നത് ഒരാളിനെ തന്നെയാണെങ്കിൽ സിംഗുലറായിട്ടുള്ള വെർബ് യൂസ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കിക്കോണേ, ഇഫ് 2 nouns refers to 2 different persons or thing. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള സാധനം. 2 നൗണുകൾ കണ്ടോ, 2 nouns refers to 2 different person. 2 വ്യക്തികളെയാണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ ഇവിടെ മൈ ഫ്രണ്ട് ആൻഡ് മൈ ബെനിഫാക്ടർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? മൈ ഫ്രണ്ടും മൈ ബെനിഫാക്ടറും ആൻഡിനപ്പുറവും ഇപ്പുറവും പൊസസീവ് പ്രോനൗണായിട്ടുള്ള മൈ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇത് 2ഉം 2 വ്യക്തികളാണ്. ഇത് 2ഉം 2 വ്യക്തികളാണ്. അതുകൊണ്ട് അതിനെ പ്ലൂറൽ സബ്ജക്റ്റായിട്ട് പരിഗണിക്കുക. എന്തായിട്ട് പരിഗണിക്കുക? പ്ലൂറൽ സബ്ജക്റ്റായിട്ട് പരിഗണിക്കുക. മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ, മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ, എൻ്റെ അങ്കിളും എൻ്റെ ഗാർഡിയനും 2 പേരാ. അതുകൊണ്ടാണ് ഇവിടെ വാണ്ടെന്ന് പറയുന്ന ഉപയോഗിച്ച്, അല്ലെങ്കിൽ വാൺസ് എന്ന് വന്നേനെ അവിടെ വരത്തില്ല. കാര്യം എന്താ? 2ഉം 2 വ്യക്തികളാണ്. അത് പ്ലൂറൽ സബ്ജക്റ്റായിട്ട് കാണുക. അപ്പോൾ ഈ പറഞ്ഞ 3 പോയിന്റുകളും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഈ എക്സാമ്പിളുകൾ നോട്ട് ചെയ്ത് വായിച്ച് കണ്ടിന്യൂസ് വായിച്ച് പഠിച്ചാലേ ഈ കോൺകോഡ് എന്ന് പറയുന്ന ടോപ്പിക്ക് ക്ലിയർ ആവുള്ളൂ.
ഇനി നോക്കിക്കണേ, വെൻ ടു നൗൺസ് കണക്റ്റഡ് ബൈ ആൻഡ് സ്റ്റാൻഡ്സ് ഫോർ വൺ ഐഡിയ. ഒരു ഐഡിയയെ സൂചിപ്പിക്കുകയാണ് രണ്ട് നൗണുകൾ കണക്ട് ചെയ്യുക. ഇപ്പോൾ ബ്രെഡ് ആൻഡ് ബട്ടർ നമ്മൾ PSCയിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഐറ്റമാണ് ബ്രെഡും ബട്ടറും. ബ്രെഡും ബട്ടറും നമ്മൾ ആഹാരം, അന്നം എന്നുള്ള മീനിങ്ങിലാണ് ഈ ബ്രെഡും ബട്ടറും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ബ്രെഡും ബട്ടറും രണ്ടും രണ്ടല്ലേ, അതുകൊണ്ട് ഇതിനെ പരിഗണിക്കാൻ പറ്റുമോ? പറ്റും. എന്താണ്ട് ഇത് സിംഗുലറാണ്. ഈസ്, ഏജ് ആൻഡ് എക്സ്പീരിയൻസ്, പ്രായവും എക്സ്പീരിയൻസും പറയണം. ബ്രിങ്സ് വന്നു, വെർബസ് വന്നു. അപ്പോൾ ഒരേ ഐഡിയ സൂചിപ്പിക്കുന്ന രണ്ട് നൗണുകളെ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ സിംഗുലറായിട്ട് കണ്ടാൽ മതി. പിന്നെ ഹോഴ്സ്, ദ ഹോഴ്സ് ആൻഡ് ക്യാരേജ്. ദ ഹോഴ്സ് ഈ റീസെൻ്റ് ആയിട്ട് PSCക്ക് ചോദിച്ചൊരു സംഗതിയാണ്. ദ ഹോഴ്സ് ആൻഡ് ക്യാരേജ്. അപ്പോൾ രണ്ടും ഒന്നാ. ദ ഹോഴ്സ് ആൻഡ് ദ ക്യാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ദ ഹോഴ്സ് ആൻഡ് ദ ക്യാരേജ് എന്ന് പറഞ്ഞാൽ അത് രണ്ടായിട്ട് പോകും, രണ്ട് സബ്ജക്റ്റുകളാവുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞുകൊണ്ട് കണക്ട് ചെയ്തുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓണർ ആൻഡ് ഗ്ലോറി, ഓണറും ഗ്ലോറിയും അത് രണ്ടും ഒരേ ഐഡിയ സൂചിപ്പിക്കുന്നത് കൊണ്ട് അതിനെ എന്തായിട്ട് കണ്ടാൽ മതി? രണ്ട് നൗണുകൾ ഉണ്ടെങ്കിലും അത് സിംഗുലർ സബ്ജക്റ്റായിട്ട് കണ്ടാൽ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യണം. ഇതെല്ലാം ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, ഈ സംഗതി എഴുതി സൂക്ഷിച്ചോ, ഇത് പഠിച്ചു വെച്ചോ, ഇത് പ്രത്യേകം നോട്ട് ചെയ്തോ, അടിപൊളിയായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. വെൻ ടു നൗൺസ് ആർ കണക്റ്റഡ് ബൈ ആസ് വെൽ ആസ്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, റാദർ ദാൻ, ഇൻ അഡീഷൻ ടു, അൺലൈക്ക്, അക്കംപനീഡ് ബൈ, എക്സെട്ര. അപ്പോൾ ഏതൊക്കെയാ? രണ്ട് നൗണുകളെ കണക്ട് ചെയ്യുകയാണ്. എന്തൊക്കെ ഉപയോഗിച്ച്? ആസ് വെൽ ആസ്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, റാദർ ദാൻ, ഇൻ അഡീഷൻ ടു, അൺലൈക്ക്, അക്കംപനീഡ് ബൈ ഒക്കെ ഉപയോഗിച്ച് രണ്ട് നൗണുകളെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ദ വെർബ് മസ്റ്റ് എഗ്രി വിത്ത് ദ ഫസ്റ്റ് നൗൺ. വെർബ് ആർക്കനുസരിച്ച് വേണം എഴുതാൻ? ഫസ്റ്റ് നൗണിനനുസരിച്ച്. അപ്പോൾ ആസ് വെൽ ആസ്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, റാദർ ദാൻ, ഇൻ അഡീഷൻ ടു, അൺലൈക്ക്, അക്കംപനി, നോട്ടൊക്കെ വെച്ച് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യത്തെ നൗണിനെ പരിഗണിക്കുക. ദ പ്രസിഡൻറ്റ് ആസ് വെൽ ആസ് ദ മെമ്പേഴ്സ് വാസ് പ്രസൻറ്റ്. പ്രസിഡൻറ്റും മെമ്പേഴ്സും പ്രസൻറ്റാണ്. നമുക്കിത് കാണുമ്പോൾ പ്ലൂറലായിട്ട് തോന്നും. ഒരു കാരണവശാലും ചെയ്യരുത്. ദ പ്രസിഡൻറ്റ് ആസ് വെൽ ആസ് വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. ആസ് വെൽ ആസ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തായിട്ട് പരിഗണിക്കുക? ഒന്നാമത്തെ സബ്ജക്റ്റായിട്ടുള്ള ദ പ്രസിഡൻറ്റിന് പ്രാധാന്യം കൊടുക്കുക. ദ പ്രസിഡൻറ്റ് ഒരാളല്ലേ ഉള്ളൂ, അതുകൊണ്ട് വാസ് വന്നു. ദ മിനിസ്റ്റർ എലോങ് വിത്ത് ഹിസ് ബോഡി ഗാർഡ്സ്. ബോഡി ഗാർഡ് എന്ന് പറയുമ്പോൾ പ്ലൂറലാ. മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. എലോങ് വിത്ത് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ദ മിനിസ്റ്റർ എന്ന് പറയുന്ന സബ്ജക്റ്റിനായിരിക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുക. ദ മിനിസ്റ്റർ ഒരാളല്ലേ ഉള്ളൂ, വാസ് ഉപയോഗിച്ച് വന്നു. ഓക്കെ ആണല്ലോ. ദ എലിഫൻറ്റ് അൺലൈക്ക് ലയൺസ്. ഇതാ നോക്കിയേ മറ്റൊരു എക്സാമ്പിൾ. ദ എലിഫൻറ്റ് അൺലൈക്ക് ലയൺസ് ഈസ് എ വെജിറ്റേറിയൻ. അപ്പോൾ ഈസ് എ വെജിറ്റേറിയൻ. എലിഫൻറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ മതി, ലയൺസിൻ്റെ കാര്യം നോക്കണ്ട. അൺലൈക്ക് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ദ എലിഫൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിനായിരിക്കും പ്രാധാന്യം വരുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. വീണ്ടും വീഡിയോ പോസ് ചെയ്ത് ഈ എക്സാമ്പിൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഗുണം ചെയ്യും. PSCക്ക് പ്രയോജനപ്പെടും, ഉറപ്പ്, 100% ഉറപ്പ്. ഓക്കെ, ഇതാ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കണക്റ്റീവ്സ് അറിയാമല്ലോ, കൺജങ്ഷൻസ്. അതിൽ കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആണ് ഈ തന്നിരിക്കുന്ന എയ്തർ ഓർ, നെയ്തർ നോർ, ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഒക്കെ നമുക്കറിയാം. നമ്മളിത് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്, ചെറിയ ക്ലാസ് തൊട്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉപയോഗിച്ച് നമ്മൾ സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. സ്ഥിരമായിട്ട് PSCക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ നെയ്തർ നോറും, എയ്തർ ഓറും, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഒക്കെ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്ന സംഭവങ്ങൾ സ്ഥിരമായിട്ട് PSCക്ക് ചോദിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഒക്കെ ഉപയോഗിച്ച് സെൻറ്റൻസുകളെ കണക്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് സബ്ജക്റ്റുകളുണ്ടല്ലോ, രണ്ട് സബ്ജക്റ്റുകൾ വരുമല്ലോ, അതിൽ രണ്ടാമത്തെ സബ്ജക്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം വെർബിനെ എഴുതേണ്ടത്. എയ്തർ ഹി ഓർ ഹിസ് സിസ്റ്റേഴ്സ്. ഈക്കല്ല അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്, ഹിസ് സിസ്റ്റേഴ്സിനാണ്. രണ്ടാമത്തെ സബ്ജക്റ്റായിട്ടുള്ള അവൻ്റെ സഹോദരിമാർ, അത് വെച്ചിട്ടാണ് വെർബ് ഹാവ് ആയത്. ഹീക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ അത് ഹാസ് ആയി പോയേനെ. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു റൂള്. നെയ്തർ ദ സ്റ്റുഡൻസ് നോർ ദ പ്രിൻസിപ്പാൾ. സ്റ്റുഡൻസും പ്രിൻസിപ്പാളും, സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്,
ദ പ്രിൻസിപ്പാൾ എന്ന് പറയുന്നത് സിംഗുലറാണ്. നമുക്ക് ആദ്യത്തെ സബ്ജക്റ്റിനല്ല പ്രാധാന്യം, രണ്ടാമത്തെ സബ്ജക്റ്റിനാണ്. രണ്ടാമത്തെ സബ്ജക്റ്റ് പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ, അല്ലെങ്കിൽ സിംഗുലറാണ്, അല്ലെങ്കിൽ ഏകവചനമാണ്. അതുകൊണ്ട് നമുക്ക് എന്തുപയോഗിച്ച് കണക്ട് ചെയ്യുക? അവിടെ എന്ത് വെർബാണ് വരുന്നത്? ഹാസ് എന്ന് പറയുന്ന സിംഗുലർ വെർബായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇത് തന്നെ ബാക്കിയുള്ള എക്സാമ്പിൾസിലും പറഞ്ഞു പോയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഏറ്റവും പ്രധാനമായി നോട്ട് ചെയ്യേണ്ട സംഗതി എന്താണ്? നെയ്തർ നോർ, എയ്തർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉപയോഗിച്ച് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും രണ്ടാമത്തെ സബ്ജക്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം വെർബ് വരേണ്ടത് അക്കോർഡിംഗ് ടു കോൺകോഡിൻ്റെ റൂള്. ആ റൂൾ പ്രകാരം രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ, രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കണം. ഇതാണ് റൂള്. ശ്രദ്ധിക്കുക, ഈ കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി മറ്റൊരു പോയിന്റ് കൂടി നോക്കിക്കേ. മെനി എ ആൻഡ് മോർ ദാൻ വൺ ടേക്ക് എ സിംഗുലർ നൗൺ ആൻഡ് എ സിംഗുലർ വെർബ്. അപ്പം മെനി എ ബുക്ക്, മോർ ദാൻ വൺ ടീച്ചർ. അപ്പം മെനി എയും മോർ ദാൻ വണ്ണും വരികയാണെങ്കിൽ, മെനി എയും മോർ ദാൻ വണ്ണും വരികയാണെങ്കിൽ അതിനുശേഷം എപ്പോഴും സിംഗുലർ നൗൺ ആയിരിക്കും സിംഗുലർ വെർബ് ഉപയോഗിക്കുക. ഏതൊക്കെയാ? മെനി എയും മോർ ദാൻ വണ്ണും. മെനി എയും മോർ ദാൻ വണ്ണും പ്രത്യേകം നോട്ട് ചെയ്യുക. മെനി എ മോർ ദാൻ വണ്ണിന് ശേഷം സിംഗുലർ നൗൺ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് സിംഗുലർ വെർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇനി ഇതുകൂടി ഒന്ന് നോക്കിക്കേ. മെനി എ ഗുഡ് മെനി, മെനിയും എ ഗുഡ് മെനിയും വന്നു കഴിഞ്ഞാൽ ഒരു പ്ലൂറൽ നൗൺ ആയിരിക്കും. മെനിക്കും എ ഗുഡ് മെനിക്കും ശേഷം എപ്പോഴും എന്തായിരിക്കും? പ്ലൂറൽ ആയിട്ടുള്ള നൗൺ ആയിരിക്കും വരുന്നത്. അതിനനുസരിച്ച് പ്ലൂറൽ വെർബ് കൊടുക്കുക. ഏതൊക്കെയാണ് വാക്കുകൾ? മെനി എ ഗുഡ് മെനി. നേരത്തെ ഏതൊക്കെയാണ് പറഞ്ഞത്? മെനി എയും മോർ ദാൻ വണ്ണും. മെനി എയും മോർ ദാൻ വണ്ണിനും ശേഷം സിംഗുലർ നൗൺ ആയിരിക്കും സിംഗുലർ വെർബ്. ഇപ്പം പറഞ്ഞ ഏതൊക്കെയാ? മെനി എ ഗുഡ് മെനി. മെനി എ ഗുഡ് മെനിക്ക് ശേഷം പ്ലൂറൽ നൗൺ ആയിരിക്കും പ്ലൂറൽ വെർബ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ കോൺകോഡിൻ്റെ കുറച്ച് അധികം റൂളുകൾ ഉള്ളത് കൊണ്ട് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അത്യാവശ്യം ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ട് അത്യാവശ്യം നോട്ടുകൾ എഴുതുക. മറ്റേ അടുത്ത വീഡിയോയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള റൂളുകളും കാര്യങ്ങളും കൂടി പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. സംഭവം നമ്മൾ ഈ ഷോർട്സും ഇൻസ്റ്റാഗ്രാം റീലും ഒക്കെ കണ്ട് നമ്മളുടെ ആ ഒരു വാച്ച് ടൈമിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 30 സെക്കൻഡ് 1 മിനിറ്റ് കൂടുതലൊക്കെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ബോറടി ആയിട്ട് മാറി തുടങ്ങും. ആ സമയത്ത് യൂട്യൂബിൽ 15 മിനിറ്റ് വീഡിയോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഉൾക്കൊള്ളാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അത്രയും നേരം കാണണ്ടേ ഈ സംഗതി. അതുകൊണ്ട് ഒരു 30 മിനിറ്റിൻ്റെയോ 40 മിനിറ്റിൻ്റെയോ ലോങ് വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് കണ്ടിന്യൂസ് ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര ബോറായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഈ വീഡിയോ 2 പാർട്ടായിട്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത റൂള് അടുത്തൊരു പാർട്ട് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇൻഫോർമേറ്റീവായെന്ന് കരുതുന്നു. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ക്ലാസ്സുകളെല്ലാം നോക്കുക, കൃത്യമായിട്ട് പഠിച്ചു പോവുക. വീണ്ടും ഈ വീഡിയോയുടെ കണ്ടിന്യൂഷനുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും. അതുവരെ ബൈ.